സിനിമയാണെങ്കിൽ സിനിമ, സ്ത്രീ പക്ഷാലും പുരുഷനാണ് സിനിമ എന്ന ലെവലിലേക്ക് അല്ലേ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? ഭൂരിപക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പം ഒരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവ് കൂടെ കേൾക്കണം എന്ന് പറയുന്നതിന് നമ്മളത് ഈക്വലൈസ് ചെയ്യാന്നുള്ളതേ പറയുന്നുള്ളൂ. അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകളോട് ഉണ്ടാവരുതെന്ന് പറയുന്നില്ല. അങ്ങനെ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലി സ്ത്രീകളുടെ കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയാം നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാൻ തോന്നുന്നു. ഇതിങ്ങനെ ചർച്ചകൾ വന്ന സമയത്ത് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് എന്നെ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും കേൾക്കണമല്ലോ. ഒരു ഇൻഡസ്ട്രി മെയിൽ ഡോമിനന്റ് ആണ്. അപ്പൊ അവിടുന്ന് കുറച്ചും കൂടെ ഒരു ഇവരുടെ പെർസ്പെക്റ്റീവ് കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. തെറ്റില്ല, പക്ഷെ അതേ അവര് തന്നെ പറയുന്നു. ഇപ്പൊ സ്ത്രീകൾ നോർമൽ അമ്മ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു കരച്ചിൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു കാമുകി കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ പക്ഷെ 2025 അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം രേഖപ്പെടുത്തുന്ന സിനിമയായി എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഇപ്പൊ സ്ത്രീകൾ അത് ബ്രേക്ക് ചെയ്ത കഥാപാത്രങ്ങൾ ഒരുപാട് 2025 വന്നു. അപ്പോൾ ഒരു സ്ത്രീകൾ വയലൻസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ തിയേറ്ററിൽ വിജയം ഉള്ള സിനിമകൾ ആസ്വദിക്കുന്ന പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട് ആ സിനിമകൾ. പക്ഷേ ഒരു ഇതേ വിഭാഗം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്ര വയലൻസ് ഉള്ള കഥാപാത്രമാക്കുന്നത്, സ്ത്രീയെ എന്തിനിങ്ങനെ ആക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ ഇവരെ തന്നെ നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിപ്പോ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ, സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിൽ നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു നായകൻ ഉണ്ടാവും, ഒരു പ്രതിനായകൻ ഉണ്ടാവാം. അങ്ങനെ ആയിരിക്കുമല്ലോ മൊത്തം നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ചിലത് സിറ്റുവേഷൻസ് ആയിരിക്കാം വില്ലൻ, അല്ലെങ്കിൽ ചിലത് ഒരാളായിരിക്കാം വില്ലൻ. അപ്പം എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത്. എനിക്ക് അതിനകത്ത് നമ്മളത് കുറെ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതിനൊരു കൺക്ലൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് എത്തിപ്പെടുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് മാറിയിട്ടുള്ളത് എത്തിപ്പെടുമായിരിക്കും വിശ്വസിക്കും.